സ്നേഹവീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു AR ട്രേഡേഴ്സ്. പെയിന്റ് ആൻഡ് ഹാർഡ്വെയർസിന്റെ വർണ്ണ വിസ്മയ ലോകം. ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ. വീടുകൾ മനോഹരമാക്കാൻ ബർജർ പെയിന്റിന്റെ വർണ്ണ വിസ്മയ ലോകം തീർത്തുകൊണ്ട് AR ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു. AR ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ, പഴയന്നൂർ ഹൈസ്കൂൾ റോഡ്, AR കോംപ്ലക്സ്. റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്ക് എളുപ്പത്തിൽ പ്ലാറ്റ്ഫോമിലെത്തുന്നതിനായി പാലക്കാട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തിച്ച ബാറ്ററി ഓപ്പറേറ്റഡ് കാർ ദിവസങ്ങൾക്കുള്ളിൽ പുറത്തായി. സ്റ്റേഷനിലെ ട്രാക്ക് മറികടന്നുള്ള യാത്രയ്ക്ക് റെയിൽവേ അനുമതി നൽകാത്തതാണ് കാരണം. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ മാസമാണ് ബാറ്ററി ഓപ്പറേറ്റിംഗ് കാർ എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ കാർ വിജയം കണ്ടതോടെയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കും 2 കാർ എത്തിച്ചത്. എന്നാൽ ട്രാക്ക് മറികടന്ന് കാർ സഞ്ചരിക്കുന്നതിൽ സുരക്ഷയില്ലെന്ന് കാണിച്ചാണ് അനുമതി നിഷേധിച്ചത്. യാത്രക്കാർ വരെ ട്രാക്ക് മറികടക്കുന്നത് കേസെടുക്കുന്ന സാഹചര്യത്തിൽ ബാറ്ററി ഓപ്പറേറ്റിംഗ് കാർ അപകട സാധ്യത കൂടുതലാണെന്നാണ് റെയിൽവേ പറയുന്നത്. ഒരു യാത്രക്കാരന് 20 രൂപയും ലഗേജുകൾക്ക് 10 രൂപയുമാണ് കാറിൽ ഈടാക്കുന്നത്. യാത്രക്കാരുടെ ആവശ്യപ്രകാരമുള്ള പ്ലാറ്റ്ഫോമിലെ കമ്പാർട്ട്മെന്റിൽ എത്തിക്കുമെന്നത് യാത്രക്കാർക്ക് ഏറെ ഗുണകരമായിരുന്നു. എന്നാൽ പ്ലാറ്റ്ഫോമുകളിൽ കാറിന് യാത്ര ചെയ്യാമെന്നും അതിന് തടസ്സങ്ങളില്ല എന്നും റെയിൽവേ അറിയിച്ചു. എന്നാൽ പ്ലാറ്റ്ഫോമിൽ മാത്രമായി കാർ ഓടിക്കുന്നത് സാമ്പത്തിക നഷ്ടമാണെന്നാണ് കരാർ ഏറ്റെടുത്ത കമ്പനി പറയുന്നത്. ഇതോടെ ഇരു സ്റ്റേഷനുകളിലുമായി 4 ബാറ്ററി ഓപ്പറേറ്റിംഗ് കാറാണ് ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത്. ഓരോ പ്ലാറ്റ്ഫോമിനും അവസാന ഭാഗത്തുള്ള പൂട്ടുകട്ടകൾ പതിച്ച ഭാഗത്തുകൂടിയാണ് വാഹനം ട്രാക്ക് മറികടന്ന് മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ എത്തുന്നത്. ചരക്കുവണ്ടികൾക്ക് നീളം കൂടുതലായതിനാൽ ഇവ എത്തുന്ന സമയത്ത് മാത്രം പ്ലാറ്റ്ഫോമിൽ മറികടന്നു പോകാൻ സാധിക്കുകയില്ല. ടെൻഡർ പ്രകാരമുള്ള ഏജൻസിയാണ് 3 വർഷത്തിന് ബാറ്ററി ഓപ്പറേറ്റഡ് കാർ ഓടിക്കാൻ ഷൊർണൂരിൽ കരാറെടുത്തിരിക്കുന്നത്. യാത്രക്കാർക്ക് വാഹനത്തിൽ കയറുന്നതിന് പ്രത്യേകം ബുക്ക് ചെയ്യുകയോ ടിക്കറ്റ് എടുക്കുകയോ ആവശ്യമില്ല. വാഹനത്തിന്റെ ഓപ്പറേറ്റർക്ക് പണം നൽകിയാൽ മതിയാകും. നിലവിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പ്രധാന കവാടത്തിലേക്ക് എത്താൻ ഒരു നടപ്പാലം മാത്രമാണ് ഉള്ളത്. പ്ലാറ്റ്ഫോമിന്റെ ഒരു ഭാഗത്ത് ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് പാലം നിലനിൽക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ അവസാന ഭാഗം വരെ നടക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.